ബ്രോങ്കോസ്കോപ്പിക്കിന് ഇപ്പോൾ ഒരു ഫോറിൻ ബോഡി നമ്മുടെ ബ്രോങ്കസിൽ കുടുങ്ങിയാൽ എങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ള പ്രൊസീജിയേഴ്സാണ്. നമ്മൾ ലൈക്ക് അത് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കരഞ്ഞു പോകും. അത്രയും ലൈക്ക് അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് അറിയാൻ പറ്റില്ല. അത്രയും ഒരു എക്സ്പീരിയൻസ് ആണ്. ലൈവായിട്ട് സ്റ്റുഡൻസിന്റെ ക്ലാസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എൻഡോസ്കോപ്പി കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത് സ്റ്റുഡൻസിന്. അതായത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഖത്തറിൽ നിന്നും പല സ്ഥലത്തു നിന്നും ലൈക്ക് ഫോറിൻ സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാ CPR നമുക്ക് സിമുലേറ്റ് ചെയ്യാനായിട്ടുള്ള സിമുലേറ്റർ മാത്രമാണ്. വേറെ എന്തെങ്കിലും ഉണ്ട് ഇതിൽ CPR അല്ലാതെ? ലൈക്ക് പിന്നെ പൾസ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ബ്ലഡ് കാര്യങ്ങൾ, അങ്ങനെ പലതും മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. സോ അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഓർഡറിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രൊഫസർ എന്ത് ചെയ്യുന്നത് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മോഡോവിയുടെ കടാവറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്, കടാവറിൻ്റെ സെക്ഷനിലാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ, റിയൽ ബോഡി എക്സ്പീരിയൻസ്. സോ ഇത് ഫോർമാലിൽ ഇട്ട് വെച്ചാണ്, ഇത് ഫോർമാലിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിരിക്കുന്ന ബോഡിയാണ്. സ്റ്റുഡൻസിന് ഇതെടുത്ത് പഠിക്കാം, ടച്ച് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട്, ടച്ച് ചെയ്യാൻ വേണ്ടി ഗ്ലൗഡിൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ചാൻസസ് ആണ് ഇങ്ങനെയൊക്കെ. ഇത് ഹ്യൂമൻ ബോഡിയാണ്. ദീസ് ആർ ഡിഫറെൻറ്റ് പാർട്സ്. ഹൗ യു ഫീൽ നൗ? നമുക്കിത് യൂഷ്വലി കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഇങ്ങനെയുള്ളത്. ഉണ്ട്, യെസ്. സോ ഇത് കിഡ്നിയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് കിഡ്നിയാണ്. കിഡ്നി ഫസ്റ്റ് ടൈം, യെസ്, ഇത് കവർ ചെയ്തതാണത്. അഷ്കർ എന്തോന്നു? അഷ്കർ ഇത് ഈ ഒരു പറയാനില്ല, കാരണം ആക്ച്വലി ഞാൻ നോക്കുന്നതാണ് മൊത്തമായിട്ട്. സോ സ്റ്റുഡൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ലൊരു അവൈലബിലിറ്റി ആയിരിക്കും. ബട്ട് ഞങ്ങളെ സംബന്ധിച്ചുള്ള ജസ്റ്റ് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അല്ല, നമ്മൾ പല കൺട്രീസിലേക്കും സ്റ്റുഡൻസിന് ലൈക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ഈ കടാവറിൻ്റെ അവൈലബിലിറ്റി ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കടാവറിൻ്റെ ഒരു ഫെസിലിറ്റി കിട്ടുക എന്നുള്ളത്. കാരണം നമ്മൾ ബുക്കിലൊക്കെ പഠിച്ചിട്ട് നീന്താൻ പോയി മറ്റേ കടലിൽ പോയി ചാടിയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, നമ്മൾ കടലിൽ നീന്തി തന്നെ പഠിക്കണം എന്ന് പറയുന്ന പോലെ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിന് പ്രാക്ടിക്കൽ നോളജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രാക്ടിക്കൽ നോളജ്, യെസ്, സ്മെൽ ഓഫ് നോളജ് ഓഫ് മെഡിസിൻ, അതാണ്. അതായത് അറിവിന്റെ, മെഡിക്കൽ നോളജിന്റെ സ്മെല്ല് എന്നാണ് ഈ ഒരു സ്മെല്ല് പറഞ്ഞത്. കാരണം ഇതുണ്ടെങ്കിലാണ് ആ നോളജ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇങ്ങനെ പഠിച്ചാലാണ് ആ നോളജ് കംപ്ലീറ്റ് ആവുള്ളൂ. ഗബ്രി, ഇതിൽ വേറൊരു കാര്യം പറഞ്ഞു കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കൺട്രീസിലും, അതായത് ഈ റഷ്യ ഒഴികെയുള്ള നമ്മുടെ സെൻട്രേഷൻ മിക്ക രാജ്യങ്ങളിലും കടാവറില്ല. റഷ്യയിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു കടാവർ ഫെസിലിറ്റി. പണ്ട് കിട്ടുന്ന അത്രയും ഒരു അവൈലബിലിറ്റി ഇനി കിട്ടില്ല. പക്ഷെ എന്നാൽ ഇവർക്ക് ഉണ്ട്. They have already enough ആയിട്ടുള്ള വർഷങ്ങൾക്ക് ആവശ്യമുള്ള സ്പെസിമെൻസും കടാവേഴ്സും ഓൾറെഡി ഉണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഗോപിക ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ മുതൽ ഇങ്ങനെ പഠിക്കാൻ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് കടാവേഴ്സിന്റെ പാർട്സ് കാര്യങ്ങളൊക്കെ കാണാൻ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഇയർ മുതൽ തന്നെ കടാവേഴ്സ് കാണിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, അനാട്ടമിയും മറ്റു കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് വിത്ത് ലൈക്ക് റിയൽ ടൈം എക്സ്പീരിയൻസോട് കൂടിയാണ്. ലൈക്ക് അങ്ങനത്തെ ഒരു എന്താണ് മെഡിക്കൽ ടീച്ചിങ് അല്ലെങ്കിൽ ആ ഒരു, അതെ, കംപ്ലീറ്റ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഫസ്റ്റ് ഇയേഴ്സിന് മുതലേ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്നൊരു ദിവസം മാത്രമേ നിങ്ങൾക്ക് ഇത് ചോദിച്ചെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ ഒരു കൊണ്ടുവന്നാന്ന് നീ കുറച്ച് ആൾക്കാർ വന്ന് കമന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ റിയൽ ടൈം എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, ഞാൻ ഉറപ്പായിട്ടും നാളെ ഒരാൾ വന്നിങ്ങനെ ഇരിക്കുമ്പോ കാണാൻ മനസ്സിലാക്കാം. അപ്പോൾ ഓൾ ടുഗദർ എന്താണ് ഇവിടുത്തെ അക്കാഡമിക് സംഭവങ്ങളെ കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? ഹാപ്പിയാണ്, ടീച്ചേഴ്സ് എല്ലാവരും ഹാപ്പി. ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ, ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ, ഫാക്കൽറ്റീസ് എല്ലാം ലാംഗ്വേജസ്, കമ്മ്യൂണിക്കേഷൻസ് എല്ലാം മനസ്സിലാവുന്നുണ്ടോ? പ്രോപ്പർ ആണോ? എല്ലാവരും ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. റഷ്യൻസ് അവർ പഠിപ്പിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഇംഗ്ലീഷിലാണ് എല്ലാം. ഇനി മോഡോവിയയിലേക്ക് നിങ്ങളുടെ നാട്ടിലുള്ള അനിയന്മാരെയും അനിയത്തിമാരും നാട്ടിലേക്ക് ഇങ്ങോട്ട് പഠിക്കാൻ വരാൻ ഡു യു റെക്കമെൻഡ് മോഡോവിയ? ഓഫ് കോഴ്സ്. Why? നല്ല ഇതാണ്. പിന്നെ സ്റ്റഡീസ് ഒക്കെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ്, വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. അതുകൊണ്ടാണ് എല്ലാവരും വരുന്നത് ഇവിടെ. ഓൾ ഓവർ ഇവിടുത്തെ ലൈഫ് കാര്യങ്ങൾ, അക്കാഡമിക്സ് എല്ലാം കൊണ്ടും ഹാപ്പി. താങ്ക് യു ഗോപിക. നമുക്കിപ്പോൾ കടാവർ, ഹ്യൂമൻ ബോഡി, അതായത് ഈ കടാവറിൽ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ.
ഈ അബ്ഡമൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഇത് കാണാൻ പറ്റുന്നത് ലങ്സ് ആണ്. രണ്ട് ലങ്സ്, പിന്നെ അതിനുശേഷം ലിവർ വരുന്നുണ്ട്, രണ്ട് ലോബം കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ അടിയിൽ കൂടെ സ്റ്റൊമക്ക് വരും. സ്റ്റൊമക്ക് കഴിഞ്ഞ് ഇൻഡസ്റ്റൈനിന് പിന്നെ ലാർജ് ഇൻഡസ്റ്റൈൻ ഒക്കെ വന്നിട്ട് രക്തം, അങ്ങനെയാണ്. അപ്പൊ ഇതിൽ ഇത്രയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നേരത്തേക്കാളും കുറച്ചും കൂടി ക്ലിയർ ആണ്. പിന്നെ അതും കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ഫ്രണ്ടിലെ പോർഷൻ മാറ്റിയിട്ട് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് കാണിച്ചു വെക്കേണ്ടതാണ് അങ്ങനെ നിൽക്കുന്നത്. സോ ഇതിപ്പോ നിങ്ങൾക്ക് അനാട്ടമി ഇനീഷ്യലി നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഇനീഷ്യലി നമ്മൾ ആദ്യം പഠിക്കുന്നത് സ്കെലട്ടൺ സിസ്റ്റം, പിന്നെ ക്രീനിയോളജി, അതായത് ഹെഡിലെ ബോൺസിന്റെ കാര്യവും. അതിനുശേഷം നമ്മൾ ജോയിന്റ്സ് പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് മയോളജി, അതായത് മസിൽസും. പിന്നെ ഈ സ്പെസിമെനിലോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പം കറന്റ്ലി അറിയാവുന്നത് റെസ്പിറേറ്ററി സിസ്റ്റവും ഡൈജസ്റ്റീവ് സിസ്റ്റവും. പിന്നെ ഇതിന് ശേഷം നമുക്ക് മറ്റേ യൂറിനറിയും യൂട്രസിന്റെ കാര്യങ്ങളും ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, പിന്നെ അതിനുശേഷം വെയിൻസും ആർട്ടറിയും. അങ്ങനെയാണ് ഈ ഫസ്റ്റ് ഇയർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സെമസ്റ്റർ മുതൽ നിങ്ങൾക്ക് അനാട്ടമി ലാബ് ഉണ്ട്? സെമസ്റ്ററിൽ ഫസ്റ്റ് ഞങ്ങളുടെ ക്ലാസ് അനാട്ടമി ക്ലാസ് ആയിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് അനാട്ടമി. You can work for Russian Federation, like every hospital. If you don't have that document, then that practice document, then you can able to work in Russia for as a doctor and so. സോ ഞാൻ പറഞ്ഞു മൊറോവയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കുറേ ആയിട്ട് കാണുമ്പം ഓരോ കാര്യങ്ങളും എന്താ പറയുക ലിറ്ററലി പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് വളരെ ബെറ്റർ ഓപ്ഷൻ ആയിട്ട് കാണുന്നത്. കാരണം ലിറ്ററലി നമ്മൾ കുറേ സ്റ്റുഡൻസിനോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായി പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണെന്നുള്ളത്. വലിയ സിറ്റിയോ വലിയ കാര്യങ്ങളോ അല്ല, പക്ഷേ ചെറിയ സിറ്റിയിൽ വലിയൊരു യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും നാട്ടിൽ നിന്ന് എല്ലാ സ്റ്റുഡൻസിനോടും നമ്മൾ പറയാറുണ്ട് അക്രഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ നോക്കണം. നോർമലി നമ്മൾ NMCയുടേതും അതുപോലെ തന്നെ WFME WDOMSന്റെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അതായത് രാജ്യത്ത് പോകുന്ന സമയത്ത് അവരുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ റെക്കഗ്നിഷനും അക്രഡിറ്റേഷൻസും കാര്യങ്ങളുണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാലാണ് എന്തെങ്കിലും പ്ലാൻ നിങ്ങൾ നമുക്കറിയാം NMCയുടെ ഗൈഡ്ലൈൻസിൻ്റെ വലുതായിട്ടൊന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഏത് രാജ്യത്താണോ പഠിക്കുന്നത് അവിടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട് എന്നുള്ളത്. സോ അതിൻ്റെ ഒരു മാനദണ്ഡം കൂടിയാണ് അവിടുത്തെ ലോക്കൽ, അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് മൊൾഡോവയുടെ അക്രഡിറ്റേഷനും വേണം, അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് റഷ്യയുടെ ഒന്നും വേണത്. സോ ഇതൊക്കെ നമ്മളെ യൂണിവേഴ്സിറ്റി കീപ്പപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് ഇതുവരെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സ്പെസിഫ, താങ്ക് യു സോ മച്ച്. ഓക്കെ സർ, കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് റഷ്യ ആദ്യം അറിയില്ല, പക്ഷേ പുള്ളി എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. ബട്ട് കേൾക്കുമ്പോൾ കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് പിന്നെ ഇദ്ദേഹം ഫാക്കൽറ്റി അല്ല, അതുകൊണ്ടാണ് കേട്ടോ ലാംഗ്വേജ് ഇയാൾക്ക് ലൈക്ക് ഫാക്കൽറ്റീസ് എല്ലാവരും ഇംഗ്ലീഷ് പ്രോപ്പർലി സംസാരിക്കുന്നവരാണ്. നിങ്ങൾ വേറെ വീഡിയോസിൽ കാണാം. ഇദ്ദേഹം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. റിക്വസ്റ്റ് പ്രകാരം അദ്ദേഹം വീഡിയോയിൽ എന്ത് ചെയ്താണ് നമ്മളൊന്ന് ലൈക്ക് വന്നെന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത് മാത്രമാണ്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുനോക്കാം. Bye bye. Before we start, first let's reach. Shake our operation and ask what's happening. If absent any sound, what's happening? Emergency. Before it, first we check oral cavity. We listen, breathe our patient or no. Then okay. We have to check his start. സോ ഇവിടെ ഇപ്പോൾ സിമുലേറ്റേഴ്സിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിസീസിൻ്റെ ആ ഒരു സിറ്റുവേഷൻ സെറ്റ് ചെയ്തേക്കാണ്. സോ ഈ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എന്താണ് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു കേസിനെ അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അത് ആദ്യം എന്തൊക്കെ ചെയ്യണം. ഫസ്റ്റ് വരുമ്പോൾ ഇപ്പോൾ സപ്പോസ് എന്താണ് എമർജൻസിയിലാണ്, ഇപ്പോൾ റിപ്സ് ചെക്ക് ചെയ്യണോ അല്ലെങ്കിൽ ലൈക്ക് സ്റ്റെത്ത് വെച്ചിട്ട് ഇത്ര പോയിൻറ്റ്സ് ഉണ്ട്, ആ പോയിൻറ്റ്സിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, അവിടെയൊക്കെ ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്നുള്ള സംഭവങ്ങൾ ചെക്ക് ചെയ്യണം. അങ്ങനെ ലൈക്ക് പിന്നെ പൾസ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ബ്ലഡ് കാര്യങ്ങൾ, അങ്ങനെ പലതും മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. സോ അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഓർഡറിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രൊഫസർ എന്ത് ചെയ്യുന്നത് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ മൊഡോവിയിലെ ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റ്, ഹോസ്പിറ്റലിൻ്റെ ഗൈനക് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റുഡൻസും കാര്യങ്ങൾ എങ്ങനെയാണ് ഡെലിവറി എടുക്കുന്നത്, അതിൽ ഡോക്ടേഴ്സ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഈ ഡമ്മി സ്റ്റിമുലേറ്ററിൽ നമ്മൾ കണ്ടു.
അവർക്ക് റിയൽ ടൈം എക്സ്പീരിയൻസിനോട് സിമിലർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് provide ഉള്ളത്. ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ നേരത്തെ സീനിയർ സ്റ്റുഡൻസിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, അതായത് അവർക്ക് റിയൽ ടൈം കാണാനുള്ള അവസരവും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത്. ഇനീഷ്യലി ഡമ്മിയിൽ അല്ലെങ്കിൽ സിമുലേറ്റേഴ്സിൽ പഠിപ്പിച്ചതിന് ശേഷം അത് ഡമ്മി എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് റിയൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട സിമുലേറ്റർ CPR വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓരോ ഹ്യൂമൻ കണ്ടീഷനും വേണ്ടിയിട്ട് ഓരോ പക്ഷെ ആ സിമുലേറ്ററിന്റെ കോസ്റ്റ് എനിക്ക് തോന്നുന്നു 8 years മുന്നേ 11 million റൂബിൾസിന് US വാങ്ങിച്ചാന്ന് പറഞ്ഞത്. ഇതിന്റെയും പ്രൈസ് എനിക്കറിയില്ല. സോ അതിലൊക്കെ ഓരോ സൗണ്ട് വേവ്സ് ഡിറ്റക്ട് ചെയ്തിട്ട് അസുഖങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പോൾ ഒരു സപ്പോസ് എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ ഒരു ഡിസീസ് വരുന്ന ഒരാളുടെ ശരീരത്തിൽ എന്തൊക്കെ ലൈക്ക് കാര്യങ്ങൾ ലൈക്ക് ഉണ്ടാവോ, അതായത് സൗണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്വെല്ലിംഗ് പോലത്തെ കാര്യങ്ങളായിക്കോട്ടെ, വാട്ട് എവർ ചേഞ്ചസ് ഒരു പർട്ടിക്കുലർ ഡിസീസ് വരുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കൊണ്ടുവരുന്നു, ആ ചേഞ്ചസ് അതേപോലെ തന്നെ സിമുലേറ്റേഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അതിൽ വെച്ചായിരിക്കുള്ളൂ സ്റ്റുഡൻസ് എന്ത് ചെയ്ത് ആദ്യം പഠിക്കുക. ഇതിൽ പഠിച്ച് അവർ എക്സ്പേർട്ട് ആയതിനു ശേഷം they will be also getting original റിയൽ ടൈം എക്സ്പീരിയൻസ് റിയൽ പേഷ്യൻസിന്റെ അടുത്ത് റിയൽ ടൈം എക്സ്പീരിയൻസ് എന്ത് ചെയ്യും അവര് ലഭിക്കുന്നതായിരിക്കും. അത് മിക്ക യൂണിവേഴ്സിറ്റീസിൽ കിട്ടാറില്ല, ബിക്കോസ് ഇതൊരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി, എസ്പെഷ്യലി നാഷണൽ റിസർച്ച് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ദേ ഹാവ് ലോട്ട് ഓഫ് ഹോസ്പിറ്റൽസ് അവരുടെ തന്നെ അണ്ടറിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസിന് റിയൽ ടൈം പേഷ്യന്റ് എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഇത് ഗൈനക്കിന്റെ സിമുലേറ്റർ ആണ്. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നോ? എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതിന്റെ വീഡിയോ നമ്മൾ നിങ്ങളിപ്പോ ചിലപ്പോൾ നേരത്തെ കാണുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണാം എങ്ങനെയാണ് ലൈക്ക് ഒരു കുട്ടീനെ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു അമ്മ ഒരു മദർ എങ്ങനെ ഡെലിവറി എടുക്കുന്നത് എന്നുള്ളത് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടല്ല കാണുന്നത്, ലൈക്ക് ആ സമയത്ത് ഞാൻ വൈഫിന്റെ കൂടെ നിൽക്കായിരുന്നു. നമ്മളപ്പോ അത് എങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല, അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കുട്ടികളുണ്ട് പക്ഷെ കയറാൻ പറ്റിയിട്ടില്ല. എനിക്ക് എന്റെ മോളുടെ സമയത്ത് വൈഫിന്റെ ഡെലിവറി സമയത്ത് ഇപ്പൊ അങ്ങനെ ഉണ്ടോ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടെ ലേബർ റൂമിൽ കയറാം. പക്ഷെ അത് ആ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം അവര് പെയിൻ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട്. ഇപ്പൊ നമുക്ക് തോന്നും നമ്മുടെ ഉമ്മമാരൊക്കെ ഇത്രയും പെയിൻ സഹിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളെ ഇത്രയും ആക്കി കൊണ്ടുപോകുന്നത്, ജനിപ്പിച്ച് ഇങ്ങനെ ആക്കി കൊണ്ടുപോകുന്ന ഒരുപാട് അവരിതിന്റെ പുറകിലിടുന്ന എഫേർട്സ്. ഈ റൂമിലേക്ക് കയറിയപ്പോ നമുക്ക് ഞാനൊരു വീഡിയോക്ക് വേണ്ടി പറഞ്ഞല്ലോ, നമുക്ക് ഈ റൂമിലേക്ക് കയറിയപ്പോ ശരിക്കും അതാണ് ഇങ്ങനെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഗൈനക്കോളജി സിമുലേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള സെഷനിലാണ്. ഇവിടെ എങ്ങനെയാണ് ഡെലിവറി എടുക്കേണ്ടത് കാര്യങ്ങൾ, അതേപോലെ ഡെലിവറി ടൈമിൽ ഉള്ള ലൈക്ക് ആ ഒരു ലേഡിയുടെ സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതും ആ രീതിയിലാണ് ഈ ഒരു സിമുലേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തോന്നും ആദ്യമായിട്ട് ഡെലിവറി ഇവൻ തോ ഒരു ഡമ്മി ഡെലിവറി ആണെന്നുണ്ടെങ്കിലും കാണുമ്പോൾ ഹൗ ഇറ്റ് വർക്ക്സ് എങ്ങനെയാണ് ഡെലിവറി കാണാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെയൊക്കെ അമ്മമാരും ഉമ്മമാരൊക്കെ എടുത്തേക്കുന്ന ഒരു പെയിൻ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ കൊച്ചിന്റെ കൈയും തലൊക്കെ പറഞ്ഞ് കയ്യിലിരിക്കില്ലാണ്. നമ്മൾ പിള്ളേരെ കെയർ ചെയ്യുന്ന രീതി വെച്ച് നോക്കി കഴിഞ്ഞാൽ നിലത്ത് കിടത്തി കഴിയുമ്പോൾ കൈ തട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൈമ പിടിച്ച് വലിച്ചാലൊക്കെ പറയും കൈ പറഞ്ഞു വരുന്നൊക്കെ പറയും. ഇവര് പിടിച്ച് കഴുത്തിന് തിരിച്ചിട്ടാണ് വലിച്ച് പുറത്തേക്ക് എടുക്കണം. അതിന് കറക്റ്റ് ഒരു പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട് ആദ്യം തലയുടെ ഈ സൈഡിൽ പിടിക്കുക, അത് കഴിഞ്ഞ് ഷോൾഡർ ഇവിടെ മാത്രം പിടിക്കുക, വേറെ എവിടെ എന്ത് ചെയ്യരുത്, പ്രഷർ കൊടുക്കരുത്. ആ പ്രഷർ പോയിന്റ്സിൽ മാത്രമേ ഇവർ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രഷർ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഈ ഒരു അവസരത്തിൽ നമ്മൾ എല്ലാ അമ്മമാരുടെയും പെയിൻ നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കിയാണ്. ഞാൻ കയറിയത് എൻ്റെ വൈഫിന്റെ ഡെലിവറി ടൈമിൽ ഞാൻ ലാബിൽ കയറിയത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മള് ലൈക്ക് അത് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കരഞ്ഞു പോകും. അത്രയും ലൈക്ക് അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് അറിയാൻ പറഞ്ഞത് അത്രയും ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ യെസ് സഷ്കാർ യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ്ലി കുറേ കാര്യങ്ങളുണ്ട്. റിയലി എക്സൈറ്റഡ് ആണ്. അതുമാത്രമല്ല നല്ല അടിപൊളി ഒരു എന്താ പറയുക സ്റ്റുഡൻസും എല്ലാവരും പറയുന്നത് കാണുന്നതും എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ഒരു എന്താ പറയുക ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും MBBS ഇനി. എനിക്കിത് ലൈഫിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അഷ്കർ പിന്നെ ഓൾമോസ്റ്റ് മെഡിക്കൽ അഡ്മിഷൻസ് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന കാരണം ഇതിൽ കൂടുതൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ ദോ റഷ്യ ആയിക്കോട്ടെ, ജോർജിയ ആയിക്കോട്ടെ, ഉസ്ബെക്ക് ആയിക്കോട്ടെ, പല സ്ഥലങ്ങളിലും. ഞാൻ റീസെൻ്റ് ആയിട്ടാണ് MBBS അഡ്മിഷൻസിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ എൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. എനിക്ക് പല യൂണിവേഴ്സിറ്റികളിലും ചെന്നിട്ട് ഞാൻ പോയിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റികളിൽ എവിടെ ചെന്നിട്ടും മേജർ യൂണിവേഴ്സിറ്റീസ് കുറച്ച് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് എവിടെയും കാണാത്ത കുറേ കാര്യം എനിക്ക് ഇവിടെ കാണാൻ പറ്റി. കഡാവേഴ്സിന്റെ സംഭവം, കഡാവേഴ്സ് ലൈക്ക് എത്ര എണ്ണം വേണം നിങ്ങൾക്ക് എന്തൊക്കെ കാണണം, എടുത്തിട്ട് തരാം. നിങ്ങൾ ഗ്ലൗ ഒക്കെ തന്നിട്ട് നിങ്ങൾ പൊക്കി നോക്കിക്കോ, തൊട്ട് നോക്കിക്കോ, എടുത്തോ, ലിവർ എടുക്ക്, സ്റ്റൊമക്ക് ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് കുട്ടികൾ എത്രത്തോളം അവിടെ ഉണ്ടെന്നില്ല. എല്ലാവരും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയിട്ടോ.
സോ ഞാനൊന്നും ഒരിക്കലും അത് പല യൂണിവേഴ്സിറ്റിയിൽ നോക്കുമ്പോഴും തേർഡ് ഇയർ മുതലൊക്കെയാണ് അവർക്ക് ഒരു അനാറ്റമിയിൽ അല്ലെങ്കിൽ കടാവറുടെ ചെയ്യാന്നുള്ളത്. പല സ്ഥലങ്ങളിൽ ഇല്ലല്ലോ കടാവേഴ്സ്. ഇല്ല. ഇവിടുത്തെ മേജർ സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻസിൽ പ്രധാനമായിട്ടും പല രാജ്യങ്ങളിലും കടാവേഴ്സ് ഇല്ലല്ലോ. ശരിയാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി സിമുലേറ്റേഴ്സും മറ്റു ടെക്നോളജീസും യൂസ് ചെയ്താൽ പഠിപ്പിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ഫസ്റ്റ് ഇയർ മുതൽ കടാവേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് അതിനൊരു എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നമുക്ക് ഇതിൽ താല്പര്യമുള്ള സ്റ്റുഡൻസിലേക്ക് പാരന്റ്സിലേക്ക് എത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. സോ ഇതിനെ കുറിച്ച് ഞങ്ങൾ ബ്രാഗ് ചെയ്തോ അല്ലെങ്കിൽ ലാഗ് ചെയ്തോ കൊണ്ടുപോകുന്നില്ല. ഇതിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇനി ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകണം, നെക്സ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പോകണം, അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കണം. സോ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സ് എന്തായിരിക്കും? എങ്ങനെ അഡ്മിഷൻ എടുക്കാം, എങ്ങനത്തെ പ്രൊസീജിയേഴ്സ് നല്ലത് തന്നെയാണോ, ഇനി നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണോ, സെപ്റ്റംബറിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആയോ ഇല്ലയോ, ഇതൊക്കെ സ്റ്റുഡൻസിനായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇതിനൊക്കെയായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആദ്യം നിങ്ങൾ ചാനൽ ഫോളോ ചെയ്തിട്ട് ഈ വീഡിയോ ഒക്കെ കണ്ടതല്ലേ? ഓക്കെ, ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സും കാര്യങ്ങളുണ്ടെങ്കിൽ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറയുകയും ചെയ്യാം. അതേപോലെ ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും പുതിയ യൂണിവേഴ്സിറ്റീസിന്റെ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർക്ക് നമ്മുടെ കോൺടാക്ട് നമ്പർ അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക, നമ്പേഴ്സ് അതിൽ അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്യുക. ഡു രജിസ്റ്റർ ഇമീഡിയറ്റ്ലി. നമുക്ക് ഇവിടെ സീറ്റ്സ് ഒരുപാട് അവൈലബിൾ അല്ല, ലിമിറ്റഡ് സീറ്റ്സ് ആണ്. ഫസ്റ്റ് കം ഫസ്റ്റ് സർവീസിൽ സീറ്റ്സ് ഫില്ലാവുന്നതായിരിക്കും. ഓക്കെ, സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾ അഡ്മിഷൻസ് ജെനുവിൻലി നോക്കുന്നതാണ്, നിങ്ങൾക്ക് മൊഡോവിയ പോലത്തെ അക്കാഡമിക്കലി സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ, അതും ചെറിയ ഫീസിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ഇമീഡിയറ്റ്ലി. കാരണം എന്താ പറയുക, ഇപ്പോൾ നമ്മൾ വിന്റർ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ നോക്കാൻ കാണാൻ പറ്റും, സൺലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സംഭവം. സോ നമ്മൾ എന്തായാലും നിങ്ങൾ ലേറ്റ് ആവേണ്ട, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ. സോ എന്താ പറയുക, ദിസ് ഇസ് സൈനിങ് ഓഫ് Ashkar Aziz. And this is Shahbaz PS.